ഫെയ്മയുടെ കർണാടക സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ പ്രകാശ് ബാരെ. ഈ പ്രകാശ് ബാരെ എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന വല്ല ഉത്തരേന്ത്യക്കാരനായിരിക്കുന്നതായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം കാസർഗോഡ് ബാരെ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. അതുകൊണ്ടാണ് പ്രകാശ് ബാരെ എന്ന് പേര് വന്നത്. പ്രകാശ് ബാരെ വളരെ വർഷം അമേരിക്കയിലായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പല ഈ ഗെയിം കൺസോളുകളിലും അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ഉപകരണങ്ങളിലും ഒക്കെയുള്ള മൈക്രോ ചിപ്സ് പ്രൊസസ്സർ ഡിസൈൻ ചെയ്യുന്ന ഇലക്ട്രോണിക് എഞ്ചിനീയറാണ് അദ്ദേഹം. ഇപ്പോഴും അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരമുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആ തരത്തിൽ ഈ ഇലക്ട്രോണിക് രംഗത്തെ വളരെ വിദഗ്ധനായ ഒരാളാണ്. അതേസമയം പഠിക്കുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടറായിട്ടും അത്തരത്തിൽ കലാരംഗത്ത് വളരെ പേരെടുത്ത ആളുമാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കഥകൾ സിനിമയാക്കുന്ന പരിപാടി മലയാള സിനിമ നിർത്തിവെച്ചിട്ട് ഏറെക്കാലമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയോടുകൂടിയാണ് ആ ട്രെൻഡ് മലയാളത്തിൽ വീണ്ടും വന്നു തുടങ്ങിയത്. അതിനുശേഷം ജാനകി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം തമ്പിയാനണിയൊക്കെ അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ സിലിക്കൺ മീഡിയ നിർമ്മിച്ച ചിത്രം ജാനകി. പിന്നെ ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ മേഘരൂപൻ, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചെയ്യുന്ന ഇവൻ മേഘരൂപൻ. അതേപോലെ പാപ്പിലിയ ബുദ്ധ, അതിൻ്റെ പേരെന്താണ്, പപ്പീലിയ ബുദ്ധ. ആ പടം ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം പടങ്ങളൊക്കെ തന്നെ നമ്മുടെ മുഖ്യധാരാ സിനിമ എന്ന് പറയുന്ന സിനിമയുടെ മട്ടിലുള്ളതല്ല. സിനിമയെ ഗൗരവമായിട്ട് കാണുന്ന ഒരാളാണ് ശ്രീ പ്രകാശ് ബാരെ. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം.